PMC എന്ന് പറഞ്ഞാൽ NEP ആണ്. NEP എന്നാൽ RSSൻ്റെ വിദ്യാഭ്യാസ അജണ്ടയാണ്. NEPയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയാണ് PMC എന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നിൻ്റെ ഭാഗമായിട്ട് ഒരു കോൺഗ്രസ് സർക്കാർ മാറിയാൽ, UDF സർക്കാർ മാറിയാൽ തീർച്ചയായിട്ടും അവർ കേരളത്തോട് ഉത്തരം പറയേണ്ടി വരും. ആ നീക്കം തെറ്റായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു, നിശ്ചിതമായി എതിർക്കുമതിനെ. ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ആരെയാണ് CPI പരിഗണിക്കാൻ സാധ്യതയുള്ളത്? അതൊന്നും ഇപ്പോൾ വിഷയമല്ലല്ലോ. അംഗീകരിക്കപ്പെട്ടാൽ വിത്തിൻ സെക്കൻഡ്സ് തീരുമാനം ഉണ്ടാവും. ഇന്നലെ സത്യപ്രതിജ്ഞ ചൊല്ലുന്ന സമയത്ത് വന്ദേമാതരം മുഴുവനായിട്ടും ആലോചിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് അപ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെ മാനദണ്ഡങ്ങൾ മാറ്റുന്നു, പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടായില്ല. അല്ലെങ്കിൽ CPM ഒക്കെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് ശരിയല്ലേ? എന്തുകൊണ്ട് വന്ദേമാതരത്തിൻ്റെ എല്ലാ വരികളും ചൊല്ലേണ്ട എന്ന് ചിന്ത വരാൻ കാരണം എന്ന് പരിശോധിക്കണ്ടേ? കാരണമുണ്ടല്ലോ. ഇന്ത്യയുടെ ദേശീയ വികാരങ്ങളെയും സംസ്കാരത്തെയും പൈതൃകത്തെയും എല്ലാം തെറ്റായ വഴിക്ക് വ്യാഖ്യാനിക്കുന്ന വരികളുണ്ട് അതിനകത്ത്. ആ വരികൾ ചൊല്ലേണ്ടതല്ല എന്നുള്ള തീരുമാനം ഉണ്ടായത് വെറുതെയല്ല. ആ തീരുമാനത്തെ ഒരു കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെൻറ്റിന് നിഷ്പ്രയാസം മാറ്റിമറിക്കാൻ പറ്റില്ല. അടിസ്ഥാന മൂല്യങ്ങളെ മറന്നുപോയ കോൺഗ്രസ് മഹാത്മാഗാന്ധിയും നെഹ്റുവും പഠിപ്പിച്ച അടിസ്ഥാന മൂല്യങ്ങളിൽ ഏറ്റവും മുഖ്യമാണ് മതനിരപേക്ഷത. അതിൻ്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങളാണ് ഒഴിവാക്കപ്പെടേണ്ടത്. ആ ഒഴിവാക്കൽ ആണ് ഇവിടെ മറന്നുപോയിരിക്കുന്നത്. ചെറിയ കാര്യമല്ലാതെ വലിയ കാര്യമാണ്. ഈ സർക്കാർ കയറിയതിന് ശേഷം ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് പോയിരുന്നു. സർക്കാർ കയറിയതിന് ശേഷം കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തി. ഒന്ന്, സൗജന്യ യാത്ര, അതുപോലെ തന്നെ വയോജന വകുപ്പ്, അങ്ങനെ കുറേ ജനക്ഷേമകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളെന്നാണ് പറയുന്നത്. ഈ പ്രഖ്യാപനങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ആലപ്പുഴയിൽ നടന്ന നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന കേസിൽ ഗൺമാന്മാർക്കെതിരെയുള്ള നടപടി പുനരന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഈ തീരുമാനങ്ങൾ എങ്ങനെയാണ്, ഈ ആദ്യത്തെ തീരുമാനങ്ങൾ എങ്ങനെയാണ് CPI? പ്രഖ്യാപനങ്ങളെ എല്ലാവരും കേട്ടു. ആ പ്രഖ്യാപനങ്ങൾ എത്രമാത്രം പ്രവർത്തിയാക്കപ്പെടും എന്ന് കാണാൻ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ജനക്ഷേമകരമായി ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. എന്നാൽ ജനങ്ങൾക്കെതിരായിട്ട് ഗവൺമെൻറ് നീങ്ങിയാൽ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങളത് ചെറുക്കുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും ആഗ്രഹിക്കുന്നത് ചുമതലാബോധമുള്ള, ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ്. അതാണ് കാഴ്ചപ്പാട്. ഈ സൗജന്യ യാത്ര എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി കൂടി അതേപ്പറ്റി ഗവൺമെൻറ് പറയട്ടെ. ഞങ്ങളിപ്പോൾ ആ പ്രഖ്യാപനം തെറ്റെന്ന് പറയുന്നില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നല്ല കാര്യമാണ്, മോശമല്ല. പ്രാക്ടിക്കലായിട്ട് നല്ല ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ഈ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന ആവശ്യത്തിൽ നിന്ന് CPI പുറകോട്ട് പോയോ? ആവശ്യം ഇനി ഉന്നയിക്കും. എന്തിനാ പുറകോട്ട് പോകേണ്ടത്? എന്തിന് പുറകോട്ട് പോകണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം വെച്ചത് ഏറ്റവും ന്യായമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്ഥാനം അർഹതപ്പെട്ടതാണ്. അത് അംഗീകരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. ചർച്ച നടന്നിട്ടുണ്ടോ? ചർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. CPI എല്ലാ ഗൗരവത്തിലും ഈ കാര്യം CPM-മായി തലവെച്ചിട്ടുണ്ട്. തൽക്കാലം CPI സർക്കാർക്ക് അത് ബോധ്യമല്ല. അതിൻ്റെ അർത്ഥം ചർച്ച ഇനി ഉണ്ടാകില്ല എന്ന് അതേ ചൊല്ലി CPIയും CPM-ഉം വഴിപിരിയാൻ പോകണമെന്നുമല്ല. അങ്ങനെയൊന്നും വഴിപിരിഞ്ഞു പോകാതെ തന്നെ സംസാരിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും വർത്തമാനം പറഞ്ഞ് സംസ്ഥാനമേഖല തന്നെ പരിഹാരം കണ്ടെത്തും. ആ സ്ഥാനം CPIക്ക് പൂർണ്ണമായും അവകാശപ്പെട്ടതാണ്. അത് കിട്ടിയിരിക്കും.